ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയിൽ. മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. DCCയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, മെഡിക്കൽ കോളേജിൽ നിരവധി രോഗികളൊക്കെ എത്തുന്നതാണ്. അവിടെ ഈ പ്രതിഷേധ മാർച്ച് അവർക്കൊക്കെ ഒരു തടസ്സമാകില്ലേ? എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? അത്തരം തടസ്സമുണ്ടാകുന്ന രീതിയിലേക്ക് ഈ സമരം മാറിയിട്ടില്ല. ഈ OP ബ്ലോക്കിന്റെ അതിനടുത്തായി അതിന്റെ പാതയിലാണ് 2 വഴികളുണ്ട്. അതിന്റെ ഒരു വഴിയിലാണ് ഈ പ്രതിഷേധ പരിപാടി നടക്കുകയും ചെയ്തത്. എന്തായാലും അതിപ്പോൾ പുറത്തേക്ക് ഒരു മാർച്ചായി മാറിയിരിക്കുകയാണ്. നിലവിലെന്തായാലും വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. നാളെ സംസ്ഥാന വ്യാപകമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും പ്രതിഷേധിക്കുന്ന KPCC തീരുമാനിച്ചിരിക്കുന്നത്, അതായത് DCCകളായിരിക്കും ഈ പ്രതിഷേധം നടത്തുക. അതിന് സംസ്ഥാന വ്യാപകത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതെന്തായാലും രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തുകയാണ് കോൺഗ്രസ്. നേരത്തെ അത് കൃത്യമായി തന്നെ നേതാക്കൾ പറയുകയും ചെയ്തു. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം വലിയ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായ ചില കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ ഉപകരണമില്ല, സർജറി മാറ്റിവെക്കേണ്ട ഗുരുതരമായ സ്ഥിതി ഉണ്ടാകുന്നു. അത് സർക്കാർ സമ്മതിക്കുകയും ചെയ്തു. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിൽ ഈ പറഞ്ഞ കാര്യം, അതായത് സിസ്റ്റത്തിന്റെ ആകെ പ്രശ്നമുണ്ട് എന്ന് ആരോഗ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തു. അത് പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തു. അങ്ങനെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ പരിപാടി കോൺഗ്രസ് അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രി രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. നേരത്തെ K മുരളീധരൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. കാരണം ഇതിൽ ഗുരുതരമായ മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. DCCയുടെ മാർച്ചാണ് പ്രേക്ഷകർ ഒരു വിൻഡോയിൽ കാണുന്നത്. മറ്റേ വിൻഡോയിൽ കാണുന്നത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. അത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലാണ് ആ പ്രതിഷേധം നടക്കുന്നത്. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ആ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ വീണ ജോർജിന്റെ വീടിന് മുന്നിലാണ്. DCCയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്കാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം യൂറോളജി മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പരാമർശങ്ങൾ, അതാണിപ്പോൾ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയടക്കം ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. അത്തരത്തിലുള്ള അപര്യാപ്തതകൾ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ സർക്കാർ ഒരു സമിതിയെ തന്നെ വച്ച് ആ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പക്ഷേ അത് രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് മാർച്ച് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു. അത് പ്രകാരം ഇപ്പോൾ മാർച്ച് നടക്കുകയാണ്. അവിടേക്ക് ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഏതായാലും രോഗികൾക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് മാർച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവിടെ പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ? പോലീസിൻ്റെ സാന്നിധ്യമുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രോഗികൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിപ്പോൾ മെഡിക്കൽ കോളേജിന് പുറത്തേക്ക്, മെഡിക്കൽ കോളേജിന്റെ പുറത്തുള്ള റോഡിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ ഒരു മാർച്ചായി, പ്രതിഷേധ മാർച്ചായി അത് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരും. എന്തായാലും വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. നാളെ സംസ്ഥാന വ്യാപകമായി, നേരത്തെ പറഞ്ഞത് നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. KPCC DCCകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ഉപകരണക്ഷാമം ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഒരു സംഭവമല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നമുക്ക് അന്വേഷിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നേരത്തെ മുതൽ ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നതും നീണ്ടുപോകുന്നതുമൊക്കെ മെഡിക്കൽ കോളേജുകളിൽ സാധാരണയാണ്. അത് നടക്കുന്ന കാര്യമാണ്. മന്ത്രി തന്നെ അത് സമ്മതിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് KPCC. എന്തായാലും നാളെയാകും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുക. നിലവിൽ എന്തായാലും ഇന്ന് DCCയുടെ നേതൃത്വത്തിലാണ്, തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പരിപാടി മെഡിക്കൽ കോളേജിലേക്ക് നടന്നത്. ഉദ്ഘാടനം ചെയ്തത് K മുരളീധരനാണ്. അദ്ദേഹം ഗുരുതരമായ ഈ വീഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുതരമായ വിമർശനമാണ് ഈ വിഷയത്തിൽ മന്ത്രിക്കെതിരെയും ഉന്നയിക്കുന്നത്. ലക്ഷ്മി, ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.